ഹായ് ഹലോ 12th മെമ്പേഴ്സിലേക്കെല്ലാം വീണ്ടും സ്വാഗതം. സോ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നമ്മുടെ ഫസ്റ്റ് മാച്ച് ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള മാച്ചിൻ്റെ ഒരു പ്രീ മാച്ച് ടോക്കാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു മാച്ച് നമ്മളൊരു തോൽവിയിൽ നിന്നും അവരൊരു ഡ്രോയിൽ നിന്നാണ് വരുന്നത്. സോ ഈ മാച്ച് രണ്ട് ടീമിനും ആസ് യൂഷ്വൽ ജയം അനിവാര്യമാണ്. പോരാത്തതിന് നമ്മളൊരു കൺസിക്യൂട്ടീവായിട്ടുള്ളൊരു 3-4 തോൽവിക്ക് ശേഷം കൂടിയാണ് നമ്മൾ വരുന്നത്. സോ നമുക്ക് ഈ ഒരു മാച്ച് ഒരു ജയം അനിവാര്യം തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ KBFC മാനേജ്മെൻറ്റ്, ഈ ഒരു മാനേജ്മെൻറ്റ് നമ്മുടെ മിക്കായൽ സ്റ്റെയറയുടെ കാര്യം കൂടിയും തീരുമാനിക്കാൻ ഒരു പരിധിവരെ കാരണമാകാൻ പോകുന്ന മാച്ചും കൂടിയും ഈ ഒരു മാച്ചായിരിക്കും. ആൻഡ് ദ കമ്മിങ് അപ്പ് മാച്ച് ആ ഒരു മാച്ചും കൂടി വെച്ചിട്ടായിരിക്കും നമ്മുടെ മിക്കായൽ സ്റ്റെയറയുടെ കാര്യം അടുത്ത സീസൺ മുതലുള്ള കാര്യം തീരുമാനിക്കേണ്ടാവുക. ഇനിയിപ്പോൾ ജനുവരി ട്രാൻസ്ഫറിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൺഫേം അല്ല. ആൻഡ് നമ്മൾ ചെന്നൈയിൻ എഫ് സിയുടെ കാര്യം നോക്കുമ്പോൾ ഒരു ഡ്രോ എന്നാണ് വരുന്നത് പറഞ്ഞ പോലെ. ആൻഡ് അവർക്ക് ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉണ്ട്. കാരണം അവർ ജംഷഡ്പൂരിനെ 5-1 എന്നുള്ളൊരു ബിഗ് സ്കോർ ലൈനിൽ തോൽപ്പിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ, അതായത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോണതിൻ്റെ മുമ്പത്തെ മാച്ച്. ആൻഡ് അതിൽ നല്ല രീതിക്ക് തന്നെയാണ് ചെന്നൈയിൻ എഫ് സി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ചെന്നൈയിൻ എഫ് സി ഈസ് ഡേഞ്ചറസ്. അവരത്ര ചെറുതായിട്ട് കാണാനൊന്നും പറ്റില്ല. അവർ നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട് ഈ സീസൺ. അവർ പഴയ ചെന്നൈയിൻ എഫ് സിനൊക്കെ നമുക്കൊരു ചില സീൻസിലൊക്കെ കാണാൻ പറ്റുന്നു. കളിയുടെ ചില സമയത്തൊക്കെ നമുക്ക് ആ ഒരു പഴയ ചെന്നൈയിൻ എഫ് സിയെ കാണാൻ പറ്റും. കളി കണ്ടവർക്ക് എന്തായാലും അറിയുണ്ടാവും. നമ്മുടെ പഴയ പ്ലെയർ ജോർദൻ മറൈ ആണ് അവരുടെ മെയിൻ കണ്ണി. അതായത് നമ്മൾ നോക്കേണ്ട മെയിൻ കണ്ണിയും ജോർദൻ മറൈ തന്നെയാണ്. ആൻഡ് ISL ടേബിൾ നോക്കുകയെന്ന് വെച്ചാൽ, ലീഗ് ടേബിൾ നോക്കുകയെന്ന് വെച്ചാൽ, ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ 4ാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 10ാം സ്ഥാനത്തുമാണ്. അവർക്ക് 12 പോയിൻറ്റും നമുക്ക് 8 പോയിൻറ്റുമാണ് ഉള്ളത്. നമുക്കപ്പോൾ എങ്ങനെയായാലും ആ ഒരു ജയം അനിവാര്യമാണ്. നമുക്ക് ലീഗ് ടോപ്പിലേക്ക് എത്തണം, ടോപ്പ് 6ലേക്ക് എങ്ങനെയായാലും എത്തണം. എന്നാലാണ് ക്വാളിഫയേഴ്സ് കളിക്കാൻ പറ്റുള്ളൂ. സോ പിന്നെ അതേപോലെ തന്നെ മിക്കായൽ സ്റ്റെയറയുടെ കാര്യവും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പിന്നെ രാഹുലിൻ്റെ കാര്യത്തിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ചിലപ്പോൾ ജനുവരി ട്രാൻസ്ഫറിൽ പോയേക്കാം എന്നുള്ളൊരു റൂമർ വന്നിട്ടുണ്ട്. എന്താവുമെന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ മാച്ച് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം പോസിറ്റീവ് കാണാൻ പറ്റുന്ന സൈറ്റ്സ് ആകെ 2 രണ്ടെണ്ണത്തിൽ ഒന്ന് നമ്മുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. ആൻഡ് നോവ ഫസ്റ്റ് 11 തന്നെ ഉണ്ടായിരിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം നോവ ട്രെയിൻ ചെയ്യണ പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോവയുടെ സ്റ്റോറീസ് ആയാലും ഫോളോ ചെയ്യണവർക്ക് അറിയാം. നോവ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും ആ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണത്. എന്തായാലും നോവ വരട്ടെ. നമുക്കെന്തായാലും ജയം അനിവാര്യമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കമൻറ്റ് ബിലോ ഉള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യം ഷെയർ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബ് ചെയ്യും. സോ സബ്സ്ക്രൈബ് ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ. സോ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.